Okay. Next നമ്മൾ ചർച്ച ചെയ്യുന്നത് അലുമിനിയമാണ്. ഓക്കെ, അലുമിനിയം നമ്മൾ പെയിന്റ്സ് ആൻഡ് വാർണിഷ് കഴിഞ്ഞു, പ്ലാസ്റ്റിക് കഴിഞ്ഞു, റബ്ബർ കഴിഞ്ഞു, ഗ്ലാസ് ഓൾസോ വി ഹാവ് കംപ്ലീറ്റ്. നെക്സ്റ്റ് പോർഷൻ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് അലുമിനിയം. അലുമിനിയം എന്ന് പറഞ്ഞ മെറ്റീരിയൽ നമ്മൾ അടുത്ത ആഴ്ച പോകുന്നത്. അത് നിങ്ങൾ സിലബസ് പറഞ്ഞില്ല. ഡിസ്ക്രൈബ് ദ യൂസസ് ഓഫ് അലുമിനിയം സെക്ഷൻസ് ആൻഡ് ഇറ്റ്സ് യൂസ് ഇൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. അപ്പം അലുമിനിയം എന്ന് പറഞ്ഞാൽ ഏത് ഓറിൽ നിന്നാണ് അലുമിനിയം നമുക്ക് കിട്ടുന്നത്? ബോക്സൈറ്റ്, Al2O3 2H2O എന്ന് പറഞ്ഞ ഓർ, അതിന്റെ ഓർ എന്ന് പറഞ്ഞത് ബോക്സൈറ്റ് ആണ്. അപ്പൊ ഈ അലുമിനിയത്തിന്റെ പ്രത്യേകത, ഈ ബോക്സൈറ്റ് നിന്ന് ശുദ്ധീകരിച്ചിട്ടാണ് അലുമിനിയം എന്ന് പറഞ്ഞത് നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോ അലുമിനിയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആണ്, ഹൈലി റെസിസ്റ്റന്റ് ടു കൊറോഷൻ, അതാണ് ഏറ്റവും നല്ല ഒരു പ്രത്യേകത. അതുപോലെ നല്ല സ്ക്രാപ്പ് വാല്യൂലെ സാധനമാണ്. സ്ക്രാപ്പ് ആണെങ്കിൽ തന്നെ തൂക്കിയിട്ടാൽ നല്ല പൈസ കിട്ടും. ഗ്രേറ്റ് ടഫ്നെസ് ആൻഡ് ടെൻസൈൽ സ്ട്രെങ്ത്, എനർജി അബ്സോർബ് ചെയ്യാനുള്ള കഴിവ്, അതാണ് ടഫ്നെസ്, അത് വളരെ കൂടുതലാണ്. വലിച്ചു നീട്ടാനുള്ള കഴിവ്, ടെൻസൈൽ സ്ട്രെങ്ത്, ദാറ്റ് ഈസ് ഓൾസോ ഈസ് വെരി ഹൈ. അതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് റെഡിലി ഡിസോൾവ് ചെയ്യുന്ന ഒരു മെറ്റലാണ് അലുമിനിയം. അപ്പോൾ നോർമലി ബിൽഡിങ്സിൽ എവിടെ ഉപയോഗിക്കും? നമുക്ക് ഡോസ് ആൻഡ് വിൻഡോസ്, എയർ ടൈറ്റ് AC ബിൽഡിംഗ്സിൽ ചെറിയ അലുമിനിയം വിൻഡോസ്, അലുമിനിയം ഫാബ്രിക്കേഷൻ ഒക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഫാബ്രിക്കേറ്റ് ചെയ്ത് നമുക്ക് ചെറിയ ഡോറും വിൻഡോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഹാൻഡ് റെയിൽസ് ആൻഡ് ബാലിസ്റ്റേഴ്സ്, ഹാൻഡ് റെയിൽസ് അതുപോലെ ബാലിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ബാലിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് റെയിൽസിനെ വെർട്ടിക്കൽ എലമെന്റ്സ് ആണ് ബാലിസ്റ്റേഴ്സ്, അതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് അലുമിനിയം ഉപയോഗിക്കും. അലുമിനിയം പാനൽസ്, നമുക്കറിയാം അലുമിനിയം പാനൽസ് അടിച്ചതിന് ശേഷമാണ് ഫാൾ സീലിംഗ് ചെയ്യുന്നത്. ഫാൾ സീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജിപ്സം ബോർഡൊക്കെ ഉപയോഗിച്ചിട്ട് സീലിംഗ് വർക്ക് ചെയ്യുന്നുണ്ടാവും എല്ലാവരും. അപ്പൊ അതിനൊക്കെ നമുക്ക് അലുമിനിയം ഉപയോഗിക്കാം. ദെൻ ബിൽഡിംഗ് ഫക്കേഡ്സ്, ഇത് ബിൽഡിംഗ് ഫക്കേഡ് ആണ്, ഇതിൽ നമുക്ക് അലുമിനിയം പോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കാം. ഫർണിച്ചേഴ്സ്, അലുമിനിയം ഫർണിച്ചേഴ്സിൽ നമുക്ക് ഉപയോഗിക്കാം. ഫാബ്രിക്കേഷൻ വർക്ക്സിലെല്ലാം ഉപയോഗിക്കാം. ബോഡി പാർട്സ് ഓഫ് എക്യുപ്മെന്റ്സ്, ചില എക്യുപ്മെന്റ്സിന്റെ ബോഡി പാർട്സിൽ നമുക്ക് അലുമിനിയം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്നതാണ്. ഇത്രയുമാണ് അലുമിനിയത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ചർച്ച ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ സിലബസിലുള്ളത് മിസലേനിയസ് എക്യുപ്മെന്റ്സ് ആണ്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി ഒരു ക്ലാസ് കൂടി ഉണ്ടായാൽ വി ക്യാൻ കംപ്ലീറ്റ് ദ entire. That is what I can tell you. So any doubt